കല്ലുമല പള്ളിയിൽ നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛനെയും വിശ്വാസമൂഹത്തെയും കർത്തൃനാമത്തിൽ തിരുവിതാംകൂർ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തു. നിങ്ങളിവിടെ വന്നിട്ടുള്ള തിരുവിതാംകൂട്ട് പള്ളിയിൽ വരാത്ത ആളുകളാണ് അധികവും. തിരുവിതാംകൂട്ട് പള്ളി എന്താന്ന് പറഞ്ഞപ്പോൾ അറിയത്തില്ല. നമ്മുടെ ആളുകളുടെ മാവേലിക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. AD 63 തിരുവിതാംകൂട്ട് പള്ളി സ്ഥാനം. എന്താണ് AD 63? എന്താണ് അരപ്പള്ളി എന്ന് പേര് പറയുന്നത്? നമ്മളെല്ലാവരും അരപ്പള്ളിയിലേക്ക് പോകാം. നമ്മളെന്താ പറയുന്നത്? നമ്മുടെ സാധാരണ ഭാഷ പറയുന്ന വന്ന് കേൾക്കാതെ റീഡിങ് ഏതാണ് അത്രേ ആയിട്ടുള്ളൂ. ആദ്യമൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇപ്പം യൂട്യൂബിലൊക്കെ അതെ. AD 63 ചേര രാജാക്കന്മാരുടെ ഭരണകാലം. അന്നത്തെ രാജാവിൻ്റെ പേര് നെടുഞ്ചേരലാതൻ എന്നായിരുന്നു. AD 63 കാലഘട്ടത്തിൽ മർത്തോമാസിനെ ഇവിടെ വരുമ്പോൾ 64 കുടുംബങ്ങളെ കൊണ്ട് ഈ 64 കുടുംബങ്ങൾക്ക് 64 കുടുംബക്കാരെ വിളിക്കുന്ന തലീസായികളാണ്. എന്താ തലീസായി? അങ്ങനെ 64 കുടുംബങ്ങൾക്ക് താമസിക്കുവാനും അവർക്ക് ആരാധനയ്ക്കൊരു സൗകര്യം ഒരു പള്ളി വെക്കാനും ഹിന്ദു രാഷ്ട്രമാണെന്ന് അറിയാവുന്നതാണ്. ആ രാജാവ് അനുമതി കൊടുത്തു. രാജാവിൻ്റെ അനുമതിയോടുകൂടി പണിതുകൊണ്ടാണ് അരജപ്പള്ളി അല്ലെങ്കിൽ റോയൽ ചർച്ച് തിരുവിതാംകൂർ എന്ന് വിളിക്കുന്നത്. ഇതാ റോയൽ ചർച്ച് തിരുവിതാംകൂർ. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് റോയൽ ചർച്ച് തിരുവിതാംകൂർ എത്ര കിലോമീറ്ററിനാണ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ അകത്തിരിക്കുന്ന പുറത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റോയൽ ചർച്ച് എന്നാണ്, രാജകീയ പള്ളി എന്നതാണ് കേട്ടോ. മുറിപ്പള്ളി അരപ്പള്ളി എന്നും പറയുന്നത് രാജാവിൽ അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് രാജ അനുമതിയോട് മാർത്തോമാശ്ലീഹ വെച്ചിട്ടുള്ള പള്ളിയാണ് തിരുവിതാംകൂർ. അപ്പോൾ അരജപ്പള്ളി മനസ്സിലായി. മാർത്തോമാശ്ലീഹ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പള്ളികളും പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലാണ്. അവൻ നമ്മുടെ നടന്നു പോകുന്നത്. ചെല്ലുവിടെ സെൻറ് തോമസ് ചർച്ചിലേക്ക് പോയത് 20 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വെടിക്കിനെ പറ്റിയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പം മാർത്തോമാശ്ലീഹ മാതാവിൻ്റെ നാമത്തിലാണ് എല്ലാ പള്ളികളും സ്ഥാപിച്ചു. മാർത്തോമാശ്ലീഹ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ച ഈ പള്ളി ജെറുസലേം ദേവാലയത്തിൻ്റെ മെഷർമെൻ്റാണ്, കണക്ക് കൃത്യമാണ്. മറ്റുള്ള പള്ളികളെക്കാട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നിരണത്തെ ഇന്ന് കാണുന്ന നമ്മുടെ പള്ളി 4ാമത്തെ പള്ളിയാണ്. 2 പള്ളിയെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒന്ന് നിരണത്തെ പള്ളി, 2 തിരുവിതാംകോട്ടെ പള്ളി. തിരുവിതാംകോട്ടെ പള്ളി പരിശുദ്ധ കാതോലിക്ക ബാബായുടെ നേരിട്ടുള്ള അധികാരത്തിൽ ഭരണസംവിധാനം. മരുമല പള്ളിയുടെ ഭരണ സംവിധാനം പോലെ തന്നെ ഭദ്രാസനത്തിൻ്റെതല്ല. എന്നാൽ കുറച്ച് ആളുകൾ അവിടെ കൂടി നടക്കുന്നു. അവർക്ക് പള്ളിയിലെ അധികാരം എന്ന് പറഞ്ഞ പോലെ തലീസായിക്കളിൽ അവർ 64 തലീസായിക്കളാണ്. അവരിൽ ഒരു കൂട്ടര് ഇവിടെയുണ്ട്. 64 കുടുംബങ്ങളിൽ ഒരു കൂട്ടരുണ്ട്. അവരിൽ 7-8 പേരെ ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 4 വീട്ടുകാർ മാത്രമേ 4 വീട്ടുകാർ ആ തലമുറയിൽപ്പെട്ട 4 വീട്ടുകാർ. ബാക്കി 63 തിരുവനന്തപുരത്ത് പള്ളി ഉണ്ടാകുന്നതാണ്. തിരുവനന്തപുരം, കുണ്ടറ, കൊട്ടാരക്കര, തിരുവിതാംകോട്ടുകാരെന്ന് പറഞ്ഞ കുടുംബക്കാരുണ്ട്. വേറെ പേരുണ്ട്. കായംകുളത്ത് പൊന്മാണിഭം എഴുത്തുകാരാണ്. മാവേലിക്കലുണ്ട്, തിരുവല്ലായുണ്ട്, കോട്ടയത്തുണ്ട് വേങ്ങളത്തുകാർ, പിറവത്ത്, പെരുമ്പാവൂര്, തൃശ്ശൂർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലായിട്ട് കൊട്ടാരക്കരയുണ്ട്. തിരുവനന്തപുരത്ത് പള്ളി ഉണ്ടാകുന്ന എവിടെ നിന്നുണ്ടാകുന്നത്? അത് നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ട് വെച്ചപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഇവിടുത്തെ ആളുകളെ തിരുവനന്തപുരത്ത് ചാലയിൽ താമസിക്കുന്നു. അപ്പം തലീസായി ഈ പള്ളി അറിയപ്പെടുന്നത് തലീസായി പള്ളി എന്നറിയപ്പെടും. തോമയാർ കോവിൽ
തമിഴിൽ അറിയപ്പെടും, സിറിയൻ കോവിൽ എന്ന് അറിയപ്പെടും. ഇങ്ങനെ മൂന്നാല് പേരുകളിൽ അറിയപ്പെടും. തരീസായിക്കളുടെ പള്ളിയാണ്. അതുകൊണ്ട് ആരെയും നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇന്നും തരീസായിക്കളായിട്ടുള്ള ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളവർ ചിലരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത് ഞങ്ങളുടെ പള്ളിയാണല്ലോ, എങ്ങനെ കാതോലിക്കാരുടെ യാതൊരു സെൻസില്ലാതെ പറയുന്നു. ഇപ്പോഴൊക്കെ വിളിച്ചു ഈ കായംകുളത്ത് പള്ളിയിലെ അച്ഛനല്ലിയുടെ ആരുടെ ചീത്ത പറഞ്ഞു വിളിച്ചു, നിങ്ങളുടെ പള്ളിയല്ലേ ഞങ്ങളുടെ പള്ളിയാണ്. ഒരു യൂട്യൂബിലെ കണ്ടിട്ട് അതിനെപ്പറ്റിയൊന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നമ്മുടെ സുവിശേഷ പ്രചരണങ്ങളോ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളോ ഒന്നും നടന്നു നോക്കില്ല. അപ്പം തരീസായികൾ താമസിച്ചിരുന്ന ഗ്രാമത്തിന് ആ സ്ഥലത്തിന് തരീസായി തെരുവെന്നുള്ള പേര്. അപ്പം ഇവിടെ ഇപ്പോൾ 4 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വരുന്ന ആളുകളും കത്തോലിക്കരും CSIക്കാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ജെറുസലേം ദേവാലയത്തിൻ്റെ കണക്ക്. ഒരു വ്യത്യാസം മറ്റുള്ള പള്ളികളെ സംബന്ധിച്ചുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ആ 2000 വർഷത്തെ പഴക്കമുള്ള കല്ലുകളും തൂണുകളുമാണ് ഇതിൻ്റെ. അങ്ങനെ ചെറുത്ത സംശയങ്ങൾ നോക്കിയിട്ടുണ്ട്. 1850 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽപ്പെട്ട ജർമ്മനിയിൽ നിന്ന് വന്നൊരാളെ നോക്കി പറഞ്ഞു. നേരിട്ട് പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ചരിത്രമൊന്നും നമ്മൾ പഠിക്കുകയില്ല, ചരിത്രം ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്കറിയത്തില്ല. ആരും മെനക്കെടാറില്ല. അങ്ങനെയുള്ള ചില അപാകതകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഈ പള്ളി യെരൂശലേം ദേവാലയത്തിൻ്റെ കണക്കാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കരിങ്കൽ പാകിയിരിക്കുന്നത് മേൽക്ക് ഒരു കരിങ്കല്ലായിരുന്നു. അതാണ് ഇതിൻ്റെ ഗാഡി. അത് അപകട സ്റ്റേജിലായപ്പോഴാണ് ഇതുപോലെ കൂരയുണ്ടാക്കി. അന്ന് ആ കൂരയുണ്ടാക്കിയത് അന്നത്തെ ചുടുകട്ടയൊക്കെ ഇട്ട് കൂരയൊക്കെ ഉണ്ടാക്കി. ഈ ഇപ്പം പുതിയ കരിങ്കല്ല് ഇപ്പം കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഭാഗം പള്ളിയുടെ പോർച്ചായി. ഇവിടെ വരെയുള്ള പള്ളി ഈ ബോക്സ് ഇരിക്കുന്ന പള്ളിയുടെ അന്നത്തെ പഴയ വാതിലാണ് അങ്ങോട്ട് നീക്കിയിരിക്കുന്നത്. ഇത് അന്നത്തെ പോർച്ചാണ്. ആ മേളിൽ പഴയ കല്ലുകളിലാണ്. അപ്പം അവിടെ നമ്മളിപ്പോൾ മറ്റേ പൊടിപ്പൊടിഞ്ഞൊക്കെ പോയാൽ കരിങ്കല്ല് തന്നെ കൈകൊണ്ട് നോക്കിയത് ഇതോടെ ഈ അടുത്ത കാലത്ത് 1.5 വർഷം കൊണ്ടാണ് ഇതൊന്ന് വെള്ളിവേറ്റ് റിസർവ് ചെയ്യുന്നത്. നല്ലൊരു എമൗണ്ട് മുടക്കി ഇവിടെ തേക്കും കരിങ്കല്ലുമായിട്ടാണ് ഇപ്പോൾ ഇത് നല്ലൊരു ഇരുന്ന് നോക്കി പണിതിട്ടുള്ള പഴമ കളയാതെ പണിയിട്ടുള്ളത്. 5 അടി താത്തിട്ട് അതിൻ്റെ ബെൽറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ പഴയ കല്ല് തീർന്നിട്ട് അവിടുത്തെ ഓട്ടയുടെ അടച്ചവിടെ ഇട്ടിട്ട് മേൽവശത്തിന് 3 ബെൽറ്റ് നല്ലൊരു പൈസ ചിലവാക്കി നല്ലൊരു നിന്ന് പണിയിപ്പിച്ചിട്ടുള്ളത്. ഇത് റിനോവേഷൻ എന്ന് പറയാൻ പാടില്ല, പ്രിസർവേറ്റ് ചെയ്തെന്ന് പറയാൻ ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്ന പള്ളിക്ക് പ്രത്യേകിച്ച് കുരിശുപുരമെന്ന് പ്രത്യേകിച്ചില്ല. ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്ന റൈറ്റ് സൈഡിലാണ് കുരിശിന് ഭിത്തി. അത് മാർത്തോമാ ശ്ലീഹയുടെ കൈകൊണ്ട് കാവ്യം ചെയ്തപ്പോൾ വിശ്വസിക്കപ്പെടുന്നു. ആ കുരിശിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിവിടെ വരുന്ന സർവ്വ ആളുകളും ആ കുരിശ് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണെന്ന് ചോദിച്ച് ഞങ്ങളായി കാണിച്ചു കൊടുത്തു പറഞ്ഞത്. ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഇന്ന് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന പരിശുദ്ധ സ്ഥലമാണ്. ഈ പണികൾ നടക്കുന്ന 1.5 വർഷത്തിലെ ഒരു വർഷവും ഇതിനകത്ത് വരാനേ പറ്റില്ല. പഴയ തല്ല് ആളുകളുണ്ട്. എന്നാലും വരുന്ന ആളുകളെ അനുവദിച്ചിട്ട് വരുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി കുരിശെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് 4:30 ഞാനത് പഠിക്കാൻ പറ്റും. പുരുഷന്മാർ, സ്ത്രീകൾക്ക് കരച്ചിൽ എപ്പോഴും വരും. പുരുഷന്മാർ വളരെ ദൂരെയെന്ന് ഉള്ളതവയൊന്നുമല്ല വന്ന് ഇങ്ങനെ തലയടിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ അനുഭവങ്ങളാണ് അവർക്കൊക്കെയും അനേക അനുഭവങ്ങൾ. പിന്നെ ഒരു ചൊവ്വാഴ്ച ദിവസം രാവിലെ 10:30 മണിക്ക് സാധാരണക്കാരനായ ഒരു വ്യക്തി, ഞാൻ ഇവിടുത്തെ പള്ളിയുടെ സ്വകാര്യ പള്ളി
കുറിച്ചുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഇതെന്തൊരു പവർഫുൾ പ്ലേസാണ്. ഞെട്ടിപ്പോയി, വണ്ടറായിപ്പോയി. ഞാൻ നിൽക്കുന്ന താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണക്കാരനായ പക്ഷേ ഓർത്തഡോക്സുകാരനും എനിക്കൊന്നും പറ്റിയിട്ടില്ല. പല ആളുകൾ പറയും ഇത്രയും വലിയ പവർഫുൾ പ്ലേസ് സംഭവം. പരുമലപ്പള്ളിയിലെ അസിസ്റ്റന്റ് മാനേജരായിട്ട് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാം, പക്ഷേ പലയിടത്തും മാവേലിക്കയിൽ ധാരാളം ആളുകൾ 3 വർഷക്കാരോളം താമസമുണ്ട്. പരുമലപ്പള്ളിയിൽ ധാരാളം ആളുകൾ ഒരു കട വെള്ളം ഒരാളുടെ ഒരു പുണ്യസ്ഥലം എന്നുള്ള രീതിയല്ല. ഇവിടെ വന്ന എന്തോ പുണ്യസ്ഥലം രീതിയാണ്. ഇപ്പോഴല്ലേ നേരത്തെ ആണെങ്കിൽ ഒന്നും പ്രത്യേകിച്ചു കുറച്ചുകൂടി ഭംഗിയായി. അടുത്ത എല്ലാ ഹിന്ദുക്കളും അവരുടെ അമ്പലങ്ങളും അതിനപ്പുറത്ത് മുസ്ലിങ്ങളുമായിട്ട് വ്യത്യസ്തതയിൽ കൂടിയുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും അത്ഭുതമുള്ളത് ഒരു സ്ഥലം മലങ്കര സഭയ്ക്ക് എന്നല്ല ഒരു സഭയ്ക്കും ഇല്ലെന്നുള്ള ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ്. എന്നാൽ നമ്മുടെ ചില കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളെ പണി അറിയാറുണ്ടാകും. നമ്മളതൊന്നും പറയാൻ പോകുന്നു. ഇത്ര പരിശുദ്ധമായ സ്ഥലം നമ്മുടെ അപ്പോസ്തലർക്ക് അഭിഹിതമായ മാർത്തോമാ ശ്ലീഹായുടെ കൈകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയമാണ്. നിങ്ങളെ ഓർത്തിരിക്കണം നല്ലത്. നമ്മുടെ ആളുകളെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ മറന്നുപോയി. ഞാൻ ചുമതലക്കാരനായിട്ടാണ് പോയത്. നിങ്ങളുടെ ഇതിലേക്ക് പോയിട്ട് വരാൻ സാധിച്ചിട്ടില്ല. നഷ്ടമാണ്. ദൈവം എനിക്കൊരവസരം 2004 ഇവിടെ വരുമ്പോൾ നമ്മളെ ചെറിയ നാടുകാരൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ പോയി. പിന്നീട് വേറെ രൂപ അവിടെ വരുന്നത് ഉച്ചയ്ക്ക് പ്രാർത്ഥനയും തുളസിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടിപ്പൊളിയുടെ സ്ഥലത്ത് ഉച്ചയ്ക്ക് പ്രാർത്ഥന ഞാൻ തന്നെയുണ്ട് പ്രാർത്ഥന. 2 സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾ, അവർക്ക് അവർക്ക് വന്ന് നമുക്ക് ഒരു പുതിയ രൂപയുടെ പ്രാർത്ഥനയാണ്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ആണ്ടവരെ തൊട്ട കൈകൊണ്ട് കെട്ടപ്പെട്ട ആലയമാണ്. ഈ തൂണെ തൊട്ടുണ്ടാക്കിങ്ങനെ മുഖം വെച്ചെന്ന് പറഞ്ഞു. ആണ്ടവർ യേശു തമ്പുരാനെ തൊട്ട കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് എന്ന് അവരെന്നോട് ഈ സത്യമായിട്ടുള്ള കാര്യം. ആ ഒരു അനുഭവം, ആ ഒരു പറച്ചിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം നടക്കുന്ന ഒരു മഹാപരിശുദ്ധ സ്ഥലം വേറെ ഉണ്ടോന്ന് ചോദിച്ചിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദർഭമാണ് ഇന്നിവിടെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഒരുപാട് ആളുകൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു പോകുന്നു. അവർ കാണിക്കുന്നു. അവരിവിടുത്തെ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്. കൊടുക്കത്തൊന്നുമില്ല. അവരുടെ കുർബാന കഴിയുമ്പോൾ അവരിൽ ഓരോരുത്തർക്കും ഓരോ നന്ദി സൂചകമായിട്ട് ഭക്ഷണം വെക്കുന്നു. ഇപ്പോൾ 9 ദിവസത്തെ നോമ്പ് നാളെ ആരംഭിക്കാൻ എല്ലാ ദിവസവും ഭക്ഷണമാണ്. ഓരോരുത്തരെ സ്പോൺസർ ചെയ്ത് ചെറിയ രീതിയിൽ ഭക്ഷണമുണ്ട്. നാളെ തൊട്ട് എല്ലാവർക്കും കഞ്ഞിയാണ്. നാളെ നിറയുള്ള ഭക്ഷണം, പിന്നെ കഞ്ഞിയാണ്. ഇതെല്ലാം ഓരോരുത്തർ ഓർത്തഡോക്സായിട്ട് ഒന്നുമില്ല. ഓരോരുത്തർ ചികിത്സക്കാരനായിട്ടാണ് ഓരോരുത്തർ വന്ന് ഡേറ്റ് ഒരിക്കൽ പള്ളി പറഞ്ഞേക്കില്ല. ഇന്നൊരാൾ അരിയും സാധനം തന്നെ കൊണ്ട് വെച്ച് ഈ ഈസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള ഓരോരുത്തരും. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ധാരാളം ആളുകൾ എല്ലാ ദിവസവും ഉച്ചപ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് പ്രത്യേകം കഞ്ഞി കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. നാളെ അനൗൺസ് ചെയ്യും. ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യും. ഒരുപാടായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 3000 രൂപ ആളുകൾ കഞ്ഞിക്ക് എല്ലാ വെള്ളിയാഴ്ചയും കൊടുക്കാനായിട്ട് നടക്കും. പറഞ്ഞു വന്നത് ഇതൊക്കെ ഇവിടുത്തെ മാർത്തോമാ ശ്ലീഹായുടെ കൈകൊണ്ട് കെട്ടപ്പെട്ട ആലയമാണ്. ഇവിടുന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കും. 1.5 വർഷം കൊണ്ട് പണി നടത്തിക്കൊണ്ടുപോകാൻ 6 മാസം കൊണ്ട് തീർക്കാൻ പൈസയില്ല. തട്ടിയും മുട്ടിയും വൃത്തിയും അങ്ങനെയൊക്കെ അങ്ങോട്ട് നിരക്കി വിട്ടു. അങ്ങനെയാണ് ഇതുള്ളത്. ഒരിടത്ത് പിരിക്കാൻ പോയിട്ട് അതിന് സമയമില്ല. ആരും പ്രത്യേകിച്ച് തന്നുമില്ല. ഇവിടെ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ തന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. 10 ലക്ഷം രൂപയുടെ മീറ്റിംഗ് വെച്ചു. പറഞ്ഞു വന്നത് ഇതൊരു മഹാപരിശുദ്ധ സ്ഥലമാണ്. നമ്മളൊക്കെ മറന്നു പോകുന്ന
കയറി അടുത്തോട്ട് മേളിൽ എല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മളല്ല. നിങ്ങൾ മാവേലിക്കൽക്കാരൻ, തിരുവല്ലക്കാരൻ, ഉള്ളിക്കൽക്കാരൻ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്കൊരു പോകാണ്. കാലം കാത്തു വെച്ചിരിക്കുന്ന ഒരു വിലപ്പെട്ട നിധിയാണ്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ വിലയെപ്പറ്റി നിങ്ങൾക്കറിയാം. ഞാൻ ഭാഗ്യവാനാണ്, അതെപ്പോഴും ഞാൻ മഹാഭാഗ്യവാനാണ്. കാരണം ഇവിടെ വന്ന് ബലി അർപ്പിക്കാനാണ് ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയ സ്ഥലം. സാധാരണ വലിയ ഒരു അച്ഛനമാണെന്ന് പറയുന്നത് സാധാരണക്കാരനായ പാവപ്പെട്ട പല ആളുകൾ പറയും ഇത്രയും വലിയ സ്ഥലം വേറെ അവരെന്നോട് പറഞ്ഞ പവർഫുൾ പ്ലേസ് എന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പം അത്രയൊരു മഹാപരിശുദ്ധ സ്ഥലമാണ് എന്നുള്ള കാര്യം വെച്ചിരിക്കുന്നത്. ഈ കിണറ് അവിടെയാണ് തോമാസ്ലീഹ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കിണർ വെട്ടിയെന്നും അത് ഒരിക്കലും വെള്ളം പറ്റിയില്ല. ഇതൊക്കെ ശരിയായിട്ടൊരു കാര്യമാണ്. ആ വെള്ളം രോഗികൾക്ക് കൊടുത്ത് ആശ്വാസം ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷി വെല്ലുവിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നിവിടെ വരുന്ന ഒരു 90% ആളുകളും മറ്റുള്ളവരെ വരുത്തുള്ളൂ. എല്ലാവരും വന്ന് ഇവിടെ തല മന്ത്രിക്കുന്നതാണ്. തലക്ക് പിടിച്ചു കാണുന്നു, ഓരോ തലക്ക് പിടിച്ചു കാണുന്നു. അവരെല്ലാം നമ്മുടെ കൂട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പേരില്ല. നമ്മുടെ കൂട്ട് ഇങ്ങനെ 5 പേരില്ല. അവിടെ ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ പേരെഴുതിച്ചു കുർബാനയ്ക്ക് പേരില്ല. അവരത് എന്തേയും കൊടുത്തു, റെസിപ്റ്റ് എന്തേയും കൊടുത്തത്. ഇവിടുത്തെ ഡെയിലി പേര് ഇവിടെ എല്ലാ സമയവും പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന ഓർക്കുവാൻ വേണ്ടി കുർബാനയ്ക്ക് വരുമെങ്കിൽ അതെ നമ്മളാണെന്തെങ്കിലും CSIക്കാരനും മറ്റുള്ളവരാണ്. ഓർത്തഡോക്സുകാരനും കത്തോലിക്കനൊക്കെ പ്രധാനം മാതാവ് പരിശുദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യമുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് തിരി വാങ്ങിച്ചത്. പരമ്പര തിരിക്കുന്നതിനെ പറ്റി അറിയാറുണ്ട്. തിരി വയ്ക്കുന്നവരുണ്ട്, നമുക്ക് വന്ന് തിരിക്കാൻ കൊണ്ട് എത്തിക്കും. നമ്മൾ നേരിട്ട് കുരിശ് പഠിക്കും. അതാണ് നമ്മുടെ പരമ്പര. നമ്മൾ ഇതിൻ്റെ സംസ്കാരം ഇപ്പോൾ മാറ്റമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാറ്റങ്ങളെ സാധ്യതയില്ല. ഓർത്തഡോക്സായിട്ടില്ല, അതൊന്നും മാറ്റമില്ല. ഇവിടെ തിരി വാങ്ങിച്ചിട്ട് തിരി വാങ്ങിച്ചിട്ട് പ്രാർത്ഥിച്ച് ദേഹം ഒഴുകി. ഇതൊക്കെ ഞാൻ മാറി കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് അത്ര വിശ്വാസം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനൊരു പണി ഒരു സഹോദരി നടുവേദനയായിട്ട് ഇവിടെ പോയിരുന്നു. പ്രാർത്ഥിക്കുന്നതൊക്കെ എന്നിട്ട് തലയ്ക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയായിട്ട് രാവിലെ ഞാൻ പറഞ്ഞു തിരി വാങ്ങിച്ച് ദേഹം ഒഴിഞ്ഞ് കത്തിക്കും. ദേഹം ഒഴിയുന്നതിനകത്ത് നടുവേദന, ഉദരത്തിലുള്ള വേദന, തലവേദന, കൈവേദന, സന്ധിവേദന, ഇതിനൊക്കെ ഒരു മെഡിസിനാണ്. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ എല്ലാ ആളുകളും തിരി വാങ്ങിച്ച് ഇനി പള്ളിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ദേഹം ഒഴിഞ്ഞ് കത്തിക്കും. നമുക്ക് കുറച്ച് നേരം നിൽക്കാൻ കാണാം. വലിയൊരു അത്ഭുതമാണ് ജീവിതത്തിൻ്റെ ദേഹവേദന. ഒരുപാട് അത്ഭുതങ്ങളാണ്. കുഞ്ഞുങ്ങളില്ലാത്തത് എത്രയോ പേരാണ്. പിന്നെ ചിലപ്പോൾ ചന്തയിൽ പോകുന്നവരുണ്ട്. നമുക്കറിയില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ഓരോരുത്തരുടെയും എക്സ്പ്രഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയാണ് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. ചെല്ലിങ്ങനെ ചന്തയിൽ പോകുന്ന പോലെ ചരിത്രം നോക്കാൻ വേണ്ടി കാണാൻ കണ്ടു. ഞാൻ ഹിസ്റ്റോറിയൻ എന്നല്ല, ഞാൻ എന്നോട് ചരിത്രം ആരും ചോദിക്കുന്നില്ല. ചോദിച്ചാൽ തന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ അനുഭവം ഞാനീ പറഞ്ഞതെല്ലാം അനുഭവങ്ങളാണ്. ചരിത്രമൊന്നും കൂടി ചരിത്രമൊക്കെ അവിടെ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചു പോവുക. ചെറിയ പുസ്തകമാണ്, അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു ഒന്ന് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് വായിച്ചു മനസ്സിലാക്കാൻ. അപ്പോൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ 10 വർഷമായിട്ടുള്ള അനുഭവത്തിൽ ഞാൻ കാണിച്ചു. ഇവിടെ നിന്ന് ഇത്രയും ഇല്ലായിരുന്നു. ഇതൊക്കെ അടുത്ത കാലത്തായിട്ടുണ്ടായി കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മുടേതാണെന്നൊരു ബോധ്യം നമുക്ക് ഇതുപോലെ ഒരു പരിശുദ്ധ സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ